കോഴിക്കോട് കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ച സംഭവം കാർ ഓടിച്ചയാൾ അറസ്റ്റിൽ. മലപ്പുറം താനൂർ സ്വദേശി MP റിയാസാണ് അറസ്റ്റിലായത്. ഇയാൾ ഡോക്ടറാണെന്ന് പോലീസ് പറഞ്ഞു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമായ ഡ്രൈവിംഗ് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ച സംഭവത്തിലാണ് കാർ ഓടിച്ചയാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മലപ്പുറം സ്വദേശിയാണ് അറസ്റ്റിലായിട്ടുള്ളത്. എന്തെല്ലാം തുടർ നടപടികളിലേക്കാണ് ഇനി പോലീസ് കടക്കുക? എങ്ങനെയാണ് വിവരങ്ങൾ? ഈ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഭീകരമായ രീതിയിലാണ് ആ കാർ ഇടിച്ചത്. കാരണം കാൽനട യാത്രക്കാരനെയാണ് കാർ ഇടിച്ച് അയാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. VV ഗോപാലൻ എന്ന് പറയുന്ന ഉള്ളിയേരിയിലുള്ള പാലോറ മലയിലെ VV ഗോപാലൻ 72 വയസ്സുള്ള ഒരു വയോധികനാണ്. അദ്ദേഹം കാൽനടയായി റോഡ് മുറിച്ച് കടക്കാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹത്തിൻ്റെ ഒരു കാർ അതിവേഗത്തിൽ വന്ന കാർ ഇടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. ഒപ്പം തന്നെ ഒരു സ്ത്രീക്കും ഈ കാർ അപകടത്തിൽ പരിക്കേറ്റു. അവർ ഗുരുതര നിലയിൽ പരിക്കേറ്റ് കഴിയുകയാണ്. കൊയിലാണ്ടി സ്വദേശിനിയായിട്ടുള്ള സാജിദ എന്ന് പറയുന്ന 51-കാരി. അവർ മകളുടെ അടുത്ത് മലപ്പുറത്തേക്ക് പോകാനിരിക്കുന്ന സമയത്ത് ബസ് കയറാൻ കാത്തു നിൽക്കുന്ന സമയത്താണ് അവർ അവിടെ അത്തരത്തിൽ അവർക്ക് പരിക്കേൽക്കുന്ന, ഗുരുതരമായി തലയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശിയായിട്ടുള്ള MP റിയാസ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സ്വദേശം എന്ന് പറയുന്നത് മലപ്പുറം താനൂർ സ്വദേശിയായിട്ടുള്ള MP റിയാസ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നടക്കാവ് പോലീസ്. ഇയാളൊരു ഡോക്ടറാണ് എന്നുള്ളതാണ് ഏറ്റവും ഒരു ഗൗരവകരമായ കാര്യം. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു 17-കാരനുണ്ടായിരുന്നു. 17-കാരൻ കാറിൽ സഞ്ചരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ ഡോക്ടറായിട്ടുള്ള MP റിയാസാണ് ഈ കാർ ഓടിച്ചത്. ഇയാളെയാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിനും കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയനാക്കിയിട്ടുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നൊരു ആക്ഷേപം ആ സമയത്ത് അവിടെ ദൃക്സാക്ഷികളായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നു. എന്നാൽ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചു എന്നതിൻ്റെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചതിൻ്റെ ഫലം പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ റിസൾട്ട് ലാബിൽ പോയി പുറത്തു വരേണ്ടതുണ്ട്. അല്ല ഇയാൾ സ്വബോധത്തോടെയാണോ ഓടിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതിയായിട്ടുള്ള MP റിയാസിനെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗോപാലൻ്റെ മൃതദേഹം അല്പം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരത്തിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. കോഴിക്കോട് കാർ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ച സംഭവത്തിലാണ് കാർ ഓടിച്ച മലപ്പുറം താനൂർ സ്വദേശിയായ MP റിയാസ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ ഡോക്ടറാണെന്നതാണ് മറ്റൊരു വിവരം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമായ ഡ്രൈവിംഗ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.